അസ്സലാമു അലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ പപ്പടങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ബാലൻസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക, നേരെ ഫ്രിഡ്ജിൽ വയ്ക്കും, അല്ലെങ്കിൽ കവറിലൊക്കെ കെട്ടിയിട്ട് ഏതെങ്കിലും ഒരു ബോട്ടിലിൽ സൂക്ഷിച്ച് വയ്ക്കില്ലേ. അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ എങ്ങനെ ഉപയോഗിച്ചാലും പൊള്ളയ്ക്കേ ഇല്ല. അതിനെ പറ്റിയിട്ടുള്ള ഈസി ടിപ്പാണ് കേട്ടോ. കപ്പ കേടുവരാതിരിക്കാനുള്ള നല്ലൊരു ഈസി ടിപ്പാണ്. അത് ആ പപ്പടത്തിൻ്റെ അതേ കവർ എടുത്തിട്ടുണ്ട്. ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കവർ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ പപ്പടത്തിൻ്റെ വാങ്ങിയ കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പപ്പടം അതുപോലെ മടക്കിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത ഭാഗം അത് ഇതേമാതിരി ഒന്ന് ടൈറ്റിലൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ, ആ ഒരു ഭാഗം. എന്നിട്ട് റബ്ബർ ബാൻഡോ ഏതെങ്കിലും ഒരു ത്രെഡോ ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റിൽ കെട്ടി കൊടുക്കുക. അപ്പോൾ ഒരു കാറ്റൊന്നും പോകാത്ത രീതിയിലേക്ക് ഈ ഒരു രീതിയിൽ എന്നെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം പിന്നീട് വേണ്ടത് നമ്മൾ വീട്ടിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന അരിപ്പാത്രമാണ് വേണ്ടത്. അപ്പോൾ ഒരു അരിപ്പാത്രം എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നേരെ ആ ഒരു അരിപ്പാത്രത്തിലേക്ക് ഇറക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ സെൻറ്റർ ഭാഗമോ അല്ലെങ്കിൽ സൈഡിലോ ഈ ഒരു രീതിയിൽ ഇറക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് മുകളിലേക്കായിട്ട് കുറച്ച് അരിയും കൂടി ഇതുപോലെ സെറ്റാക്കി വെച്ച് കൊടുക്കുക. പിന്നീട് വേണ്ടത് ആ ഒരു അരിപ്പാത്രത്തിൻ്റെ അടപ്പിട്ടിട്ട് നല്ല ടൈറ്റായിട്ട് നമുക്ക് അടച്ച് ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് എത്ര ആഴ്ച വേണമെങ്കിലും കേടുകൂടാതിരിക്കും. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് രണ്ടാഴ്ച കറക്റ്റായിട്ടുള്ള പപ്പടത്തിൻ്റെ അടച്ച് വെച്ചതാണ്, എടുത്തിട്ടേ ഇല്ല കേട്ടോ. ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വറുത്തും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും കൂടി ഇങ്ങനെ ഉണ്ടാവില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ ആകെപ്പാടെ ബലം പിടിച്ചിട്ട് ഇരിക്കും. ഇതിപ്പോൾ ആകെ ഇതിൽ രണ്ടെണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്കതൊന്ന് വറുത്ത് കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു പപ്പടം നേരെ വറുത്ത് കാണിക്കട്ടെ. അത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തിട്ട് ഒന്ന് വറുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ എത്രത്തോളം നല്ലത് പൊള്ളച്ച് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചൂടാറിയിട്ട് നിങ്ങൾക്ക് പൊട്ടിച്ചും കൂടി കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ എത്രത്തോളം നല്ല പൊള്ളിച്ചിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പപ്പടമൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ മഞ്ഞ കളറാകില്ലേ, ഒരു ചുവന്ന കളർ പോലെ അതൊന്നും ആകില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ നല്ല പൊള്ളിച്ച് കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാകും കേട്ടോ. ടേസ്റ്റിനൊന്നും കുറവുണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്സ്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്